നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും. യെഹെസ്കേൽ പ്രവചനം 28-ാം അധ്യായം. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ, മനുഷ്യപുത്ര, നീ സോർ രാജാവിനോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: നിന്റെ ഹൃദയം നിഗളിച്ചുപോയി. നീ ദൈവമല്ല, മനുഷ്യൻ മാത്രമായിരിക്കെ ഞാൻ ദൈവമാകുന്നു. ഞാൻ സമുദ്രമധ്യേ ദൈവാസനത്തിൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞു. നീ ദൈവഭാവം നടിച്ചത് കൊണ്ട് നീ ദാനിയേലിനും ജ്ഞാനിയല്ലോ. നീ അറിയാതെ വണ്ണം മറച്ചു വയ്ക്കാവുന്ന ഒരു രഹസ്യവുമില്ല. നിന്റെ ജ്ഞാനം കൊണ്ടും വിവേകം കൊണ്ടും നീ ധനം സമ്പാദിച്ചു, പൊന്നും വെള്ളിയും നിന്റെ ഭണ്ഡാരത്തിൽ സംഗ്രഹിച്ചു വെച്ചു. നീ മഹാജ്ഞാനം കൊണ്ടും കച്ചവടത്താൽ ധനം വർദ്ധിപ്പിച്ചു. നിന്റെ ഹൃദയം ധനനിമിത്തം ഗർഭിച്ചുമിരിക്കുന്നു. അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: നീ ദൈവഭാവം നടിക്കയിൽ ഞാൻ ജാതികളിൽ ഉഗ്രന്മാരായ അന്യജാതിക്കാരെ നിന്റെ നേരെ വരുത്തും. അവർ നിന്റെ ജ്ഞാനം ശോഭയുടെ നേരെ വാളൂരി നിന്റെ പ്രഭയെ അശുദ്ധമാക്കും. അവർ നിന്നെ കുഴിയിൽ ഇറങ്ങുമാറാക്കും. നീ സമുദ്രമധ്യേ നിഹതന്മാരെ പോലെ മരിക്കും. നിന്നെ കുത്തിക്കൊല്ലുന്നവന്റെ കയ്യിൽ നീ ദൈവമല്ല, മനുഷ്യൻ മാത്രമായിരിക്കും. നിന്നെ കൊല്ലുന്നവന്റെ മുമ്പിൽ ഞാൻ ദൈവം എന്ന് നീ പറയുമോ? അന്യജാതിക്കാരുടെ കയ്യാൽ നീ അഗ്രചർമ്മികളെ പോലെ മരിക്കും. ഞാൻ അത് കൽപ്പിച്ചിരിക്കുന്നു എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ, മനുഷ്യപുത്ര, നീ സോർ രാജാവിനെ കുറിച്ച് ഒരു വിലാപം തുടങ്ങി അവനോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: നീ മാതൃകാ മുദ്രയാകുന്നു. നീ ജ്ഞാനസമ്പൂർണനും സൗന്ദര്യ സമ്പൂർണനും തന്നെ. നീ ദൈവത്തിന്റെ തോട്ടമായ ഏദനിലായിരുന്നു. താമ്രമണി, പീതരത്നം, വജ്രം, പുഷ്പരാഗം, ഗോമേതകം, സൂര്യകാന്തം, നീലക്കല്ല്, മാണിക്യം, മരതകം മുതലായ സകല രത്നങ്ങളും നിന്നെ മൂടിയിരുന്നു. നിന്നെ തീർത്ത നാളിൽ നിന്നിലുള്ള തടങ്ങളുടെയും കൂടുകളുടെയും പണി പൊന്നുകൊണ്ടുള്ളതായിരുന്നു. നീ ചിറക് വിടർത്തി മറയ്ക്കുന്ന കെരൂബാകുന്നു. ഞാൻ നിന്നെ വിശുദ്ധ ദേവപർവ്വതത്തിൽ ഇരുന്നു. നീ അഗ്നിമയ രഥങ്ങളുടെ മധ്യേ സഞ്ചരിച്ചു പോന്നു. നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ നിങ്ങൾ നീതികേട് കണ്ടതുവരെ നീ നടപ്പിൽ നിഷ്കളങ്കനായിരുന്നു. നിന്റെ വ്യാപാരത്തിന്റെ പെരുപ്പം നിമിത്തം നിന്റെ അന്തർഭാഗം സാഹസം കൊണ്ട് നിറഞ്ഞു. നീ പാപം ചെയ്തു. അതുകൊണ്ട് ഞാൻ നിന്നെ അശുദ്ധനെന്നെ ദേവപർവ്വതത്തിൽ നിന്ന് തള്ളിക്കളഞ്ഞു. മറയ്ക്കുന്ന കെരൂബേ, ഞാൻ നിന്നെ അഗ്നിമയ രഥങ്ങളുടെ മധ്യേ നിന്ന് മുടിച്ചു കളഞ്ഞു. നിന്റെ സൗന്ദര്യ നിമിത്തം നിന്റെ ഹൃദയം ഗർഭിച്ചു. നിന്റെ പ്രഭ നിമിത്തം നീ നിന്റെ ജ്ഞാനത്തെ വഷളാക്കി. ഞാൻ നിന്നെ നിലത്ത് തള്ളിയിട്ടു. രാജാക്കന്മാർ നിന്നെ കണ്ട് രസിക്കത്തക്കവണ്ണം നിന്നെ അവരുടെ മുമ്പിൽ ഇട്ടുകളഞ്ഞു. നിന്റെ അകത്യ ബാഹുല്യം കൊണ്ടും നിന്റെ വ്യാപാരത്തിന്റെ നീതികേട് കൊണ്ടും നീ നിന്റെ വിശുദ്ധ മന്ദിരങ്ങളെ അശുദ്ധമാക്കി. അതുകൊണ്ട് ഞാൻ നിന്റെ നടുവിൽ നിന്ന് ഒരു തീ പുറപ്പെടുവിക്കും. അത് നിന്നെ ദഹിപ്പിച്ച് കളയും. നിന്നെ കാണുന്ന ഏവരുടെയും മുമ്പിൽ ഞാൻ നിന്നെ നിലത്ത് ഭസ്മമാക്കി കളയും. ജാതികളിൽ നിന്നെ അറിയുന്നവരോടെല്ലാവരും നിന്നെ കണ്ട് സ്തംഭിച്ചു പോകും. നിനക്ക് ശീഘ്രനാശം ഭവിച്ചിട്ട് നീ സദാകാലത്തേക്ക് ഇല്ലാതെയാൽ. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ, മനുഷ്യപുത്ര, നീ സീദോന് നേരെ മുഖം തിരിച്ച് അതിനെക്കുറിച്ച് പ്രവചിച്ചു പറയുന്നത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: സീദോനെ, ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. ഞാൻ നിന്റെ നടുവിൽ എന്നെ തന്നെ മഹത്വീകരിക്കും. ഞാൻ അതിൽ ന്യായവിധികളെ നടത്തി എന്നെ തന്നെ വിശദീകരിക്കുമ്പോൾ ഞാൻ യഹോവയെന്ന് അവർ പറയും. ഞാൻ അതിൽ മഹാമാരിയും അതിൻ്റെ വീതികളിൽ രക്തവും അയക്കും. ചുറ്റിലും നിന്ന് അതിൻ്റെ നേരെ വരുന്ന വാൾ കൊണ്ട് നിഹതന്മാരായവർ അതിൻ്റെ നടുവിൽ വീഴും. ഞാൻ യഹോവ എന്ന് അവർ അറിയും. ഇസ്രായേൽ ഗൃഹത്തെ നിന്ദിച്ചവരായി അവരുടെ ചുറ്റുമുള്ള എല്ലാവരിലും നിന്ന് കുത്തുന്ന പറക്കാരെയും നോവിക്കുന്ന മുള്ളും ഇനി അവർക്കുണ്ടാകുകയില്ല. ഞാൻ യഹോവയായ കർത്താവെന്ന് അവർ അറിയും. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഞാൻ ഇസ്രായേൽ ഗൃഹത്തെ അവർ ചെതറിപ്പോയിരിക്കുന്ന ജാതികളുടെ ഇടയിൽ നിന്ന് ശേഖരിച്ച് ജാതികൾ കാണുക എന്നെ തന്നെ അവരെ വിശദീകരിക്കുമ്പോൾ ഞാൻ എൻ്റെ ദാസനായ യാക്കോബിന് കൊടുത്ത ദേശത്ത് അവർ പാർക്കും. അവർ അതിൽ നിർഭയമായി വസിക്കും. അതെ, അവർ വീടുകളെ പണിത് മുന്തിരിത്തോട്ടങ്ങളെ ഉണ്ടാക്കും. അവരുടെ ചുറ്റുമുള്ളവരായി അവരെ നിന്ദിക്കുന്ന ഏവരും ഞാൻ ന്യായവിധികളെ നടത്തുമ്പോൾ
അവർ നിർഭയമായി വസിക്കും. ഞാൻ അവരുടെ ദൈവമായ യഹോവയെന്ന് അവർ അറിയും. 28-ാം അധ്യായത്തിന്റെ 19 വരെയുള്ള വാക്യങ്ങൾ സോരിന്റെ ന്യായവിധിയെക്കുറിച്ചും 20 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ സീദോന്റെ ന്യായവിധിയെക്കുറിച്ചും 25ഉം 26ഉം വാക്യങ്ങൾ ഇസ്രായേലിന്റെ യഥാസ്ഥാനത്തെക്കുറിച്ചും അനുഗ്രഹത്തെക്കുറിച്ചുമുള്ളതാണ്. സോർ പ്രഭു വലിയ ജ്ഞാനിയായിരുന്നു, സമ്പന്നനായിരുന്നു. അതിനാൽ അയാൾ ദൈവമാണെന്ന് സ്വയം അവകാശപ്പെട്ടു. ദൈവം ദാനിയേലിന് നൽകിയ ജ്ഞാനത്തിന് തുല്യം തനിക്കും ജ്ഞാനമുണ്ടെന്ന് അയാൾ ധരിച്ചു. അദ്ദേഹം നിഗളിച്ചതായി 3-ാം വാക്യം പറയുന്നു. നിഗളമായിരുന്നു സോരിന്റെ ന്യായവിധിക്ക് ആധാരം. ദൈവം സോരിനെ ഏദനിൽ നിന്ന് ആദാമിനെ തള്ളിയതുപോലെയും കെരൂബായിരുന്ന പ്രധാന ദൂതനായ ലൂസിഫറിനെ സ്വർഗത്തിൽ നിന്ന് തള്ളിയതുപോലെയും തള്ളിക്കളഞ്ഞു. ദൂതന്റെ നിഗളത്തിന്റെ ശിക്ഷ മൂലമാണ് പിശാചുണ്ടായതെന്ന് യെശയ്യാ 14, എഹെസ്കേൽ 28 എന്നീ അധ്യായങ്ങളിലെ സൂചനകളിലാണ് നാം മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഈ അധ്യായം വളരെ പ്രധാനപ്പെട്ടതാണ്. പല ജാതികളും കൂട്ടമായി വന്ന് സോരിനെ നശിപ്പിക്കുവാൻ ദൈവം ഇടയാക്കുകയായിരുന്നു. സോരിന്റെ സമ്പത്തെല്ലാം അവർ കവർന്നു, ജനങ്ങളെ കൊന്നു. അതിന്റെ പുറമെയാണ് പ്രകൃതിക്ഷോഭത്താൽ അത് സമുദ്രത്തിൽ മുങ്ങാൻ ഇടയായത്. 20 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ സോരിന്റെ തൊട്ടടുത്ത രാജ്യമായ സീദോന്റെ ന്യായവിധിയാണ്. കോരസീൻ, ബത്സൈദ, കപർന്നഹൂം തുടങ്ങിയ സ്ഥലങ്ങളിലെ തന്റെ പ്രസംഗങ്ങൾ കൈക്കൊള്ളാതിരുന്നവരെ യേശു ഉപമിച്ചത് സോരിനോടും സീദോനോടുമായിരുന്നു. അവർ ഇതുപോലെ പ്രസംഗം കേട്ടിരുന്നെങ്കിൽ മാനസാന്തരപ്പെടുമായിരുന്നു എന്നാണ് യേശു പറഞ്ഞത്. സോരിനും സീദോനിനും ഉയർത്തെഴുന്നേൽപ്പുണ്ടാകുകയില്ല. എന്നാൽ തന്റെ ജനമായ ഇസ്രയേൽ പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്ന് ദൈവം യാക്കോബിന് നൽകിയ ഇസ്രയേൽ അല്ലെങ്കിൽ കനാൻ നാട്ടിൽ അവർ സ്ഥിരമായി വസിക്കും. അന്ന് യഹോവ ദൈവമെന്ന് അവർ അറിയും, ചുറ്റുമുള്ള സകല ജാതികളും അറിയുവാനിടയായിത്തീരും എന്ന് പറഞ്ഞ് ഈ അധ്യായം അവസാനിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പാപം ചെയ്യുന്ന രാജ്യങ്ങളെ ദൈവം പാപ്പരാകും. അതിന് ചിലപ്പോൾ യുദ്ധമായിരിക്കും, ക്ഷാമമായിരിക്കും, അല്ലെങ്കിൽ പ്രകൃതിക്ഷോഭമായിരിക്കും ആയുധം. അതുകൊണ്ട് ദൈവത്തെ ഭയപ്പെടുവാൻ സകലർക്കും സാധിക്കണം. മാനസാന്തരപ്പെടാൻ, അനുദപിക്കാൻ, കരയാൻ, ദൈവത്തെ വിളിക്കാൻ, യേശുവിനെ വിളിക്കാൻ തയ്യാറായാൽ ഇസ്രായേലിനെ മടക്കി വരുത്തിയതുപോലെ അനുഗ്രഹിച്ചതുപോലെ അനുഗ്രഹിക്കും. അതുകൊണ്ട് ദൈവസന്നിധി വിനയപ്പെടുവാനും യേശുവിനെ സ്നേഹിക്കാനും ഏവരെയും കർത്താവ് സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയൊരു നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.